മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഹിന്ദി ഹാർട്ട്ലാൻഡിലെ ബിസിനസ് മേഖലകൾ പലതും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അത് നമ്മൾ കാണണം. അതിലോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല. വാർത്തയാക്കിയാൽ അമേരിക്കൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിശ്വഗുരുവാണല്ലോ. വിശ്വഗുരുവിന് അമേരിക്കൻ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വാർത്ത ഒരിക്കലും പുറത്തു വരില്ല. കാരണം അമേരിക്കയാണ് നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അമേരിക്കൻ മാർക്കറ്റിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ബദൽ സാധ്യതകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. റഷ്യ ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിപണികൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത് നോക്കുക. പക്ഷേ അത് പൂർണ്ണമായും കഴിയില്ല. കാരണം അമേരിക്കയിലാണ് നമ്മുടെ ടെക്സ്റ്റൈലായാലും നമ്മുടെ വജ്രങ്ങളായാലും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പല പരുത്തിയായാലും പല സാധനങ്ങളും എല്ലാം എടുക്കേണ്ടതാണ്. നമ്മുടെ സീ ഫുഡായാലും എല്ലാം അതിൽ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ്. അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക, അവിടെ ഉണ്ടായിരുന്ന അധിക 25% താരിഫെങ്കിലും വെട്ടിക്കുറച്ച് ആ വിപണി സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ്, സ്മൂത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അവിടെ വിപണി അടഞ്ഞൂടെ. ഇവിടെ സൂറത്തിലും മറ്റുമൊക്കെയുള്ള മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഹിന്ദി ഹാർട്ട്ലാൻഡിലെ ബിസിനസ് മേഖലകൾ പലതും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അത് നമ്മൾ കാണണം. അതിലോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല. വാർത്തയാക്കിയാൽ അമേരിക്കൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിശ്വഗുരുവാണല്ലോ. വിശ്വഗുരുവിന് അമേരിക്കൻ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വാർത്ത ഒരിക്കലും പുറത്തു വരില്ല. പക്ഷേ അതിൻ്റെ എഫക്റ്റഡ് പാർട്ടീസ് ഇന്ത്യയിലുണ്ട്. നമ്മുടെ കേരളത്തിനെ പോലും 7000 കോടിയോളം രൂപ ബാധിക്കാൻ പോകുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ അമേരിക്ക നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ട്രംപിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ പ്രസിഡന്റ് ആവും, വരും പോവും. പക്ഷേ അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഒരർത്ഥത്തിൽ അവരുമായിട്ടുള്ള ബാന്ധവമാണ് ഓട്ടോക്രാറ്റിക് സ്വഭാവമുള്ള രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധത്തേക്കാൾ ഏറ്റവും ഗുണപരമായി ഇന്ത്യക്ക് മാറാൻ പറ്റുക. സോ ഇന്ത്യ അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ മോദിയുടെ പുറത്ത് വരുന്ന വർത്തമാനം പറഞ്ഞുമല്ല, ഇന്ത്യ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ ഇന്ത്യ ഒരു വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടിയാണ് പുട്ടിന് വരുന്നത്, അവരുടെ കച്ചവടം കുറയാതിരിക്കാൻ. അപ്പോൾ ആ നിലയ്ക്കുള്ള കച്ചവടപരമായ സവിശേഷതയാണ് ഇതിനുള്ളത്. അതിനപ്പുറം നയതന്ത്ര സഹകരണത്തിൻ്റെയും പുതിയ സഖ്യ രൂപീകരണത്തിൻ്റെയും ഒന്നും ഒരു സന്ദർഭമായിട്ട് എനിക്കിതിനെ തോന്നുന്നില്ല.